എങ്ങട്ടാണ് ഈ സ്പ്രേ ഒക്കെ പാടി വാരി പൂശിങ്ങാണ്ട് ഈ ബാബു പോണെന്നല്ല നിങ്ങൾ ചിന്തിക്കണത്. ഇന്ന് ബാബുവിന് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അവിടേക്ക് പോണ പോക്കാണ് കേട്ടോ. ഒരു ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒരു കാറിലാണ് പോണത്. അതാണ് മൂപ്പരാൾ ആ ഓടുന്നത്. ബാബുവിനെ അങ്ങനെ പറഞ്ഞേച്ചാണ് ഞാൻ നേരെ കിച്ചണിക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പിട്ട് അങ്ങനെ ഞാനൊരു ഒരു 3-4 റസ്ക് വെച്ചിട്ടുണ്ടാവും. ഞാൻ കുറെ കാലത്തിന് ശേഷം റസ്ക് കഴിക്കുന്നത്. ഇന്നും ഇവിടെ ചാളക്കറിയാണ്. ചാളക്ക് മീൻസ് മത്തിക്ക് വില ഭയങ്കര കുറവാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം മോറിച്ചെങ്ങാണ്ട് തുടക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ബാബുവിന്റെ ഫ്രണ്ടിന്റെ വൈഫിന്റെ അനിയന്റെ കല്യാണമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മൂപ്പരാക്ക് രാവിലെ നിക്കാവും, രാത്രി കല്യാണമാണ് ഉള്ളത്. അങ്ങനെ എന്റെ പണികളൊക്കെ കഴിച്ച് കൂളിയും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. വാഷ് ചെയ്ത് വെച്ച ഡ്രസ്സ് കുറച്ചുണ്ടായിരുന്നു ചിക്കാനായിട്ട്. ഞാൻ അതിനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഇമ്മ അപ്പുറത്ത് തൊടുന്ന് വരുന്നത്. ഞങ്ങൾക്കൊരു കാര്യം പറഞ്ഞിട്ടെ, ഞങ്ങൾ ഈ ഒരു സൈഡിലുള്ള അയൽമിൽ നിറച്ചും പുളിയറുമ്പ് ഉണ്ടാവലുണ്ട് കേട്ടോ. ഭയങ്കര ഗതികേടായിരുന്നു. കാരണം ഉണങ്ങിയതിന് ശേഷം ഡ്രസ്സ് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര ഗതികേടായിരുന്നു. കാരണം കൊട്ടക്കണക്കിന് ഉണ്ടാവും കേട്ടോ പുളിയറുമ്പ്. അങ്ങനെ ഇന്റെ ഗതികേട് കണ്ടിട്ടാന്ന് തോന്നുന്നുണ്ട് എടുത്തത്തെ താത്ത പറഞ്ഞു കുറച്ചൊക്കെ വരച്ചൊക്കെ അപ്പൊ വരൂലെന്ന്. അങ്ങനെ ഞാൻ അയല് കെട്ടിയതിന്റെ മരത്തുമ്മലൊക്കെ അതേപോലെ റൗണ്ട് ഇട്ടതിന് ശേഷം ഒരു പുളിയറുമ്പ് പോലും അയലുമ്പ് കയറില്ല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ എല്ലാ ഗതികേടുണ്ടെങ്കിൽ കുറച്ചൊക്കെ മേടിച്ചാണ്ട് വരച്ചാൽ മതി.